ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ക്രിപ്റ്റോമിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈബിറ്റ് വാലറ്റ് എങ്ങനെയാണ് പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ പിക്സൽ ടാപ്പിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് എയർ ഡ്രോപ്പിന് ക്വാളിഫൈ ആവാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ മെറ്റാ മാസ്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെലഗ്രാമിൽ പോകാം. ഓക്കെ, ടെലഗ്രാമിൽ പോയിട്ട് ബോട്ട് ഓപ്പൺ ആക്കാം. ടെലഗ്രാമിൻ്റെ മിനി ആപ്പ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പണായി വരാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേൾക്കാത്തവരാണെങ്കിൽ ഇത് കേൾക്കുക. മെറ്റമാസ്കിൻ്റെ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ പിക്സ്ഫൈ എന്നുള്ള ഓപ്ഷനിൽ വരാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലെയിം എന്നുള്ളതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടോക്കൺ കിട്ടും, അതുപോലെ എത്ര NFT ഏതാണ് കിട്ടുകയെന്ന് അറിയാൻ പറ്റും. NFT ലെജൻഡറി, അതുപോലെ അതിനനുസരിച്ചുള്ള ടോക്കണും കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ക്ലെയിം പിക്സ്ഫൈ എന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പുതിയ മാറ്റം വരുത്തിയ വാലറ്റിൻ്റെ കണ്ടീഷൻസ് ഗൈഡ് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് യു ക്യാൻ ഓൺലി എൻ്റർ നോൺ കസ്റ്റോഡിയൽ വാലറ്റ്സ്. ഓൾ സെക്സ് എക്സ്ചേഞ്ച് വാലറ്റ്സ് ആർ കസ്റ്റോഡിയൽ ആൻഡ് നോട്ട് സപ്പോർട്ടഡ്. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റ് കസ്റ്റോഡിയൽ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ആയിരിക്കണം. ഓക്കെ, കസ്റ്റോഡിയൽ വാലറ്റ് ആയിരിക്കരുത്. അപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലുള്ള രണ്ട് ടൈപ്പ് വാലറ്റാണ്, കസ്റ്റോഡിയലും അതുപോലെ നോൺ കസ്റ്റോഡിയലും. ഓക്കെ, അപ്പോൾ നോൺ കസ്റ്റോഡിയൽ വാലറ്റിൽ വരുന്ന മെയിൻ വാലറ്റുകളാണ് ട്രസ്റ്റ് വാലറ്റും അതുപോലെ തന്നെ മെറ്റാ മാസ്കിൻ്റെ വാലറ്റും. ഓക്കെ, അത് കൂടാതെ തന്നെ ബൈബിറ്റിൻ്റെ വെബ്3 വാലറ്റും നോൺ കസ്റ്റോഡിയലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഓൾ ഫണ്ട്സ് സെൻഡ് ടു സച്ച് എക്സ്ചേഞ്ച് വിൽ ബി ബേൺഡ്. ഓക്കെ, ഇറിവോക്കബിളി. അതായത് നിങ്ങൾ വേറെ അക്കൗണ്ട് ഇവരുടെ ഗൈഡ് ലൈൻസ് പെർ അല്ലാത്ത വാലറ്റാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോയിൻസ് എന്നേക്കായിട്ട് നഷ്ടപ്പെടും, നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഒറ്റ വാലറ്റിക്ക് പോലും അത് ബേൺ ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന വാലറ്റ് ബൈബിറ്റ് ആണെങ്കിലും മെറ്റാമാസ്കിലും എന്തായാലും അത് നോൺ കസ്റ്റോഡിയിലാണെന്ന് ഉറപ്പുവരുത്താം. മെറ്റാമാസ്കിനും അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിനും വേറെ അതായത് നോൺ കസ്റ്റോഡിയൽ അല്ലാത്തൊരു വാലറ്റ് ഇല്ല. ഓക്കെ, അവർ ഓട്ടോമാറ്റിക്കലി നോൺ കസ്റ്റോഡിയൽ സെക്ഷനിലാണ് വരാം. ഓക്കെ, ബൈബിറ്റിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനി ആപ്പിൽ ഇവിടെയാണ് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഡാഷ്ബോർഡിൽ ആണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഓക്കെ, ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ടെലഗ്രാം വഴി ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ എടുക്കാം അല്ലെങ്കിൽ ക്രോം എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ pixelverse.xyz എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റ് വരാം. ഓക്കെ, പിക്സൽവേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറാം. ഓക്കെ, സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, താഴോട്ട് പോകാം. ഇത് ഞാൻ ഡെസ്ക്ടോപ്പ് വേർഷനിലാണ് പോകുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷൻ നെക്സ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ സൈഡിൽ പോയിട്ട് നമ്മൾ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് കയറും. ഓക്കെ, നിങ്ങൾ ഈ മൊബൈലിൽ നിങ്ങളുടെ അക്കൗണ്ട് മുന്നേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് ഞെക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. അല്ലാതെ നോർമൽ ചെയ്യുന്ന പോലെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ OTP അടിച്ചിട്ട് വേണ്ടവരും കയറാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ പേരിൻ്റെ അവിടെ പോയി നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ രണ്ട് വാലറ്റ് ഉണ്ട് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഫസ്റ്റ് വാലറ്റ് ഓക്കെ അവിടെയാണ് നമ്മൾ മിനി ആപ്പിൽ കൊടുക്കുന്ന വാലറ്റ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ മിനി ആപ്പിൽ ഏത് വാലറ്റാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വാലറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ബൈബിറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടിയിൽ ടോൺ വാലറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെലഗ്രാം അല്ലെങ്കിൽ ടെലഗ്രാമിലുള്ള ടോൺ സ്പേസ് അല്ലാന്നുണ്ടെങ്കിൽ ടോണിൻ്റെ ഏതെങ്കിലും വാലറ്റ് നമ്മൾ കണക്ട് ചെയ്യണം. ടോൺ കീപ്പറോ മൈ ടോൺ വാലറ്റ് ടോൺ ഹബോ ഏതെങ്കിലും വരണം. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ടെലഗ്രാമത്തെ ടോൺ സ്പേസും പിന്നെ ടോൺ കീപ്പറാണ്. അപ്പോൾ ഇതെന്താണ് രണ്ട് വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ മിനി ആപ്പിലായിട്ടുള്ള എയർ ഡ്രോപ്പ് അത് രണ്ട് ടൈപ്പ് ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പിക്സ്ഫൈയുടെ ടോക്കൺസും അതുപോലെ തന്നെ NFTs ലെജൻഡറി റയർ എപ്പിക് കാറ്റഗറിയിലുള്ള NFTs. ഓക്കെ, അപ്പോൾ നമുക്ക് NFT കിട്ടാന്നുള്ളത് ടോൺ വാലറ്റിക്കാണ് പോകുക. നമ്മൾ കണക്ട് ചെയ്യുന്ന ടോൺ വാലറ്റിക്കാണ് NFT പോവുക. അതുപോലെ തന്നെ പിക്സ്ഫൈ ടോക്കൺസ് നമ്മുടെ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് നമ്മൾ മുകളിൽ കണക്ട് ചെയ്യുന്ന ബൈബിറ്റ് ആണെങ്കിൽ ബൈബിറ്റിക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാഷ്ബോർഡ് എന്തിനാ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഒന്നും വരാണ്ടാണ്. അതായത് മിനി ആപ്പിലും ഡാഷ്ബോർഡും സെയിം വാലറ്റാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ചേഞ്ച് മിസ്റ്റേക്സ് പരമാവധി ഒഴിവാക്കാനും പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡിലത്തെ കണക്ഷനാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്തിട്ട് ഓക്കെ ആയാൽ മാത്രമാണ് നമ്മൾ മിനി ആപ്പിൽ കണക്ട് ചെയ്യണ്ടോ. ഓക്കെ, അല്ലാതെ മിനി ആപ്പിൽ ഇഷ്ടംപോലെ വാലറ്റോട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതൊന്നും കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ വന്നിട്ട് ടോൺ വാലറ്റിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെലഗ്രാം ഞാൻ ടോൺ സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഈസി ആയിട്ട്. അപ്പോൾ ടെലഗ്രാമിക്ക് പോകും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് കണക്ട് ആവും. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണിത്. ഓക്കെ, അപ്പോൾ കണക്ട് വാലറ്റ് കൊടുക്കാം, ഡൺ. ഓക്കെ, നമുക്കിപ്പോൾ സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റഡ് ആപ്സിൽ അതിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കണക്റ്റഡ് ആപ്സിൽ എന്ത് ചെയ്യാം, പിക്സൽവേഴ്സിൻ്റെ ID ഒന്ന് എടുക്കണോ, സൈറ്റ് ഒന്ന് എടുക്കണോ കണക്റ്റഡ് ആയിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്റ്റഡ് ആയി നമ്മൾ തിരിച്ചു വരുന്നു. ഓക്കെ, തിരിച്ചു വന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിളിൻ്റെ ബ്രൗസറിൻ്റെ ആ ഒരു സെർച്ചിൻ്റെ പോർഷനിൽ പോയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കോപ്പി കൊടുക്കുക, എന്നിട്ട് ബാക്ക് അടിക്കാം. ഓക്കെ, ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യുക, ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ചിങ്ങാണ് പോകുന്നത്. ഓക്കെ, ആ ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ച് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ആണ്. അവർ ഓൾറെഡി പറഞ്ഞത് നമുക്ക് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ആണെന്നുള്ളത്. അപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ്
കസ്റ്റോഡിയൽ വാലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫണ്ട് ലോസ് ആവും. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും അത് എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോക്കൺസ് ബേൺ ആയി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുക്കുമ്പോൾ ആദ്യമായിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ Web3 എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഞെക്കാം. അപ്പോൾ നിങ്ങൾ Web3 എന്നുള്ള സെക്ഷനിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളോട് എന്ത് ചെയ്യും, ഒരു അക്കൗണ്ട് Web3 വാലറ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു പാസ്വേഡ് സംഭവം അടിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് നോർമൽ പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ Web3 ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ Web3 എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ Web3 എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹോം എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് വരാം. നിങ്ങൾ പോകേണ്ടത് വാലറ്റ് എന്നുള്ള സെക്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ Web3 വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വാലറ്റ് എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ അവിടേക്ക് നിങ്ങളോട് സീഡ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നമുക്ക് വേണ്ട വാലറ്റ് അതാണ് സീഡ് വാലറ്റ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാസ്വേഡ് സെയിം പാസ്വേഡ് തന്നെ അടിച്ചിട്ട് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് 12 അല്ലെങ്കിൽ 24 വേർഡ്സ് ഉള്ള പാസ്വേഡ് ആയിരിക്കും. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാലറ്റ് ഞാൻ സീഡ് വാലറ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓക്കെ ബോട്ടം റൈറ്റ് കോർണറിൽ അത് ഞാൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാലറ്റുകൾ കാണിക്കും. അപ്പോൾ ഇവിടെ ടോപ്പിൽ പോകുമ്പോൾ കാണാൻ പറ്റും, നമ്മുടെ വാലറ്റുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ആ സീഡ് ഫ്രൈസ് കാണുന്നിടത്ത് ഞാൻ ഒന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, ഓട്ടോമാറ്റിക് കാണിക്കും. ബൈബിറ്റ് വാലറ്റിന് മുകളിലുണ്ടായിരിക്കും, അതിൻ്റെ അടിയിൽ സീഡ് ഫ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അവിടെ കറക്റ്റായിട്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, അതായത് കസ്റ്റോഡിയൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ Web3ക്ക് ഫസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കണ വാലറ്റാണ് ഈ പറഞ്ഞ കസ്റ്റോഡിയൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാലറ്റിൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ നമ്മളോട് സീഡ് വാലറ്റ് ഉണ്ടാക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അത് സീഡ് വാലറ്റാണ് നമ്മൾ അടിയിലെടുക്കുന്നത്. ഓക്കെ, ഈ സീഡ് വാലറ്റാണ് സെൽഫ് കസ്റ്റോഡിയൽ കാറ്റഗറിയിൽ വരുന്നത്. മുകളിലത്തെ വാലറ്റ് കസ്റ്റോഡിയലാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബൈബിറ്റിൽ വരാം, Web3ക്ക് വരാം, എന്നിട്ട് സീഡ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സീഡ് വാലറ്റ് ആയിരിക്കണം ഇൻ യൂസിൽ വരേണ്ടത്. ഇവിടെ യൂസ് ചെയ്യുന്ന വാലറ്റ് സീഡ് വാലറ്റ് ആണ് നിങ്ങൾ കൺഫേം ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സീഡ് വാലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യുക, ഹോമിലേക്ക് പോവാം. ഓക്കെ, ഹോമിക്ക് പോയി ഹോമിക്ക് ഒരു ഡി ആപ്സ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഡി ആപ്സ് എന്ന് കൊടുത്ത് ഞെക്കാം. എന്നിട്ട് അടുത്ത സെർച്ച് ബട്ടണിൽ ഈ സെർച്ച് ബാറിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കോപ്പി ചെയ്ത പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡിൻ്റെ URL അവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, URL പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഏരോ കാണാം, ആ ഏരോ ആണ് ഞെക്കേണ്ടത്. അപ്പോൾ ഏരോ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈബിറ്റിൻ്റെ ഉള്ളിൽ URL ക്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഇവർ ചോദിക്കും ഏത് നെറ്റ്വർക്കിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി തീരത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ തീരത്തിലല്ലാന്നുണ്ടെങ്കിൽ തീരത്തിലേക്ക് മാറ്റിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കണക്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് കൊടുത്തു. ഞാൻ ചോദിച്ചിട്ട് ഗോ ടു രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നമ്മൾ മെയിൽ ID കൊടുക്കുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന OTP മെയിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ കയറേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ ID അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ മെയിലേക്ക് വരുന്ന OTP അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എൻ്റർ ആവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈൽ നെയിമിന് അങ്ങോട്ട് പോവാം. പ്രൊഫൈൽ നെയിമിന് അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ബൈബിൻ്റെ അക്കൗണ്ട് അവിടെ കണക്റ്റ് ആയി കിടക്കട്ടോ. ഇനി കണക്റ്റ് ആയി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ വെക്കുക, എന്നിട്ട് ബൈബിറ്റ് നിന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ കണക്റ്റ് വാലറ്റ് കൊടുത്തു, എന്നിട്ട് ബൈബിറ്റ് വന്നു. ഓക്കെ, ബൈബിറ്റ് വരുമ്പോൾ നിങ്ങൾ സൈൻ കൊടുക്കുക. സൈൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അവിടെ സൈനിന്ന് കാണിച്ചിട്ടാണ് വരാം. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ ഓക്കെ. എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റും, നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ്, കറക്റ്റ് അഡ്രസ്സ് അവിടെ കാണാൻ പറ്റും. അത് OXO എന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 0XO അല്ലെങ്കിൽ OXO എന്നാണ് തുടങ്ങുന്നത്. 11F എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വിടുക. ഇത് ക്ലോസ് ചെയ്ത് വിട്ടിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വാലറ്റിൻ്റെ അവിടെ OXO അതുപോലെ തന്നെ ലാസ്റ്റ് 11F എന്നുള്ള അഡ്രസ്സ് വന്നിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലുള്ള കണക്ഷൻ ഓക്കെ. ഇനി നിങ്ങൾ പോകേണ്ടത് നേരെ മിനി ആപ്പിക്കാണ്. അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ അഡ്രസ്സ് ബൈബിൻ്റെ ഈ അഡ്രസ്സ് ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യുക. ഓക്കെ, മിനി ആപ്പിൽ പോയി വാലറ്റ് കണക്ഷൻ അവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു വാലറ്റ് കണക്ട് ആയ പോലെ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, നമ്മൾ ആ വാലറ്റ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൈബിൻ്റെ ഓപ്ഷൻ. ഓക്കെ, ബൈബിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് കൊടുക്കുക, അക്കൗണ്ട് ഉണ്ട്. എന്നിട്ട് ഇവിടെ വരുന്ന അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു അഡ്രസ്സ് എടുത്തിട്ട് മെയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ USDT ഇവിടെ കണക്റ്റ് ആയെന്ന് കാണിക്കും. അപ്പോൾ ഗോച്ച് കൊടുത്താൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈബിറ്റിൻ്റെ ഇതേ അഡ്രസ്സ് തന്നെയാണ് അവിടെ നോക്കുക. അപ്പോൾ അത് ഉറപ്പ് വരുത്തുന്നത് ഫസ്റ്റ് നമ്മൾ ഡാഷ്ബോർഡിൽ കൊടുക്കുന്നത്. ഓക്കെ, ഡാഷ്ബോർഡിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഡ്രസ്സ് അവിടെ ഫെച്ച് ആയിട്ട് വരും കണക്റ്റ് ആകുമ്പോൾ. എന്നിട്ട് ആ അഡ്രസ്സ് പിന്നെ കോപ്പി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അപ്പോൾ 3 വാലറ്റ് അല്ലെങ്കിൽ 3 തവണ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യണം. മിനി ആപ്പിൽ ഡാഷ്ബോർഡിൽ 2 വട്ടം. ഓക്കെ.
അതുപോലെ തന്നെ മെറ്റാമാസ്കിലാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈബിറ്റ് ഓക്കെ ആവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റാമാസ്കാണ് പിന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് കണക്ട് ചെയ്യേണ്ട വാലറ്റ്. അപ്പോൾ മെറ്റാമാസ്കിൽ കണക്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നാണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ കോംപ്രഹെൻസീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.